السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്നും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഖവാരിജുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചരിത്രപരമായി ആരാണ് ഖവാരിജുകൾ, അവരുടെ ആദർശവും നിലപാടും എന്ത്? പ്രധാനമായിട്ടും 2-3 വിഷയങ്ങളാണ് അടിസ്ഥാനപരമായി ഇവരെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഖവാരിജുകളുടെ ആദർശം എന്താണ്? രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അവരുടെ സിഫാത്തുകളെ കുറിച്ച്, അവരുടെ അലാമാത്തുകളെ കുറിച്ച്, അവരുടെ അടയാളങ്ങൾ, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ഖവാരിജുകൾ, അവരുടെ അലാമാത്തുകൾ, അവരുടെ സിഫാത്തുകൾ. അതോടൊപ്പം തന്നെ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ ഖവാരിജുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ച ഒരുപാട് ഹദീസുകൾ, ഈ ഒരു വിഭാഗത്തിന്റെ ഖവാരിജുകളുടെ ശർറ് എത്രത്തോളം ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള നിരവധി ഹദീസുകൾ, ഇത്രയും കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. കാരണം ലോകത്ത് സലഫി ദഅവത്ത് ശക്തിപ്പെട്ടു വരികയും ആ സലഫി ദഅവത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അവരുടെ ആദർശങ്ങളെ വക്രീകരിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ആദർശം തീവ്രവാദപരമായ ആദർശമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട് എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, മീഡിയ ശ്രദ്ധിക്കുന്ന, സലഫി ലോകത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യങ്ങളാണ്. കാരണം സലഫികളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണോ
അത് ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കുക, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഇത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ സത്യം പറയാൻ, ഹക്കിന്റെ കൂടെ നിൽക്കാൻ, ഹക്ക് വിളിച്ചു പറയാൻ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും, എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും, എന്ത് തന്നെ ഭീഷണികളുണ്ടായാലും പ്രകോപനങ്ങളുണ്ടായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഹക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്. ആ മാർഗത്തിൽ നിലകൊള്ളുക, ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ബാധ്യതയാണ്. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സലഫികൾക്ക് നേരെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും നിരവധിയുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് സലഫികളെ ഖവാരിജുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആരോപണം. ഇത് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കേരളത്തിലും സലഫികളുടെ നേരെ, സലഫി ആദർശം പ്രചരിപ്പിക്കുന്നവർക്ക് നേരെ ഖവാരിജിയത്തിന്റെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഖവാരിജിയത്തെ ആരോപിക്കുക എന്നത് ഒട്ടും നിസ്സാരമായൊരു കാര്യമല്ല. തൗഹീദ് അംഗീകരിക്കുന്ന, പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന, സലഫി അഖീദ പഠിപ്പിക്കുന്ന, അത് അംഗീകരിക്കുന്ന ആളുകളുടെ മേൽ ഖവാരിജുകളുടെ വിശ്വാസവും ആദർശവും അല്ലെങ്കിൽ ഖവാരിജിയത്ത് ആരോപിക്കുക എന്നത് വളരെ ഗുരുതരമായൊരു സംഗതിയാണ്. ഇതൊട്ടും നിസ്സാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്ത് സലഫികൾക്ക് നേരെ ഈ ആരോപണം, ഇതേ ഖവാരിജ് ആരോപണം മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് ഖവാരിജിയത്തിന്റെ ലൈനിലാണ് സലഫികൾ എന്ന ആരോപണം ഉന്നയിച്ചിരുന്നത് ഖുറാഫികളായിരുന്നു. അതേപോലെ തന്നെ ഇഖ്വാനുൽ മുസ്ലിമീന്റെ ആളുകളായിരുന്നു. സലഫികളുടെ എതിരാളികളായ, സലഫിയത്ത് ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്ത ഈ സലഫിയത്തിന്റെ ശത്രുക്കൾ, മൻഹജിന്റെ ശത്രുക്കൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മിസ്ബാഹുൽ വലാം എന്ന ഗ്രന്ഥത്തിൽ, മിസ്ബാഹുൽ വലാം ഫി റദ്ദി അലാ മൻ കദ്ദബ ശൈഖുൽ ഇമാം എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഷെയ്ഖ് അല്ലാമ അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ ആലു ഷെയ്ഖാണ് ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൽ സലഫികൾക്ക് നേരെയുള്ള ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നു. അതേപോലെ തന്നെ ഷെയ്ഖ് ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന് നേരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇങ്ങനെ പല ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത്, قد ذكر ابن القيم وغيره أن عباد القبور والمشائخ نسبوا أهل التوحيد والسنة إلى بدعة الخوارج وطريقهم. ഇപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ പേടിച്ചിട്ട് അതിന് മറുപടി പറയാൻ കഴിയാതെ പിൻവലിയുന്ന ആളുകളല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുമ്പും സലഫികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദ്ധരണി വായിക്കുന്നത്. ഇത് ചരിത്രമാണ്, നമ്മൾ മനസ്സിലാക്കണം. ആ ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖദ് ദക്കറ ഇബ്നുൽ ഖയ്യിം വഗൈറുഹു, ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം. അതേപോലെ തന്നെ അദ്ദേഹത്തെ പോലെ മറ്റുള്ളവരും സലഫികളായ പ്രഗത്ഭരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്ന ഉബ്ബാദൽ ഖുബൂരി വൽ മശായിഖ്, ഖബർ ആരാധകർ, അതേപോലെ തന്നെ ആ ശിർക്കൻ വിശ്വാസത്തിന്റെ ശൈഖന്മാർ, നസബു അഹ്ല തൗഹീദി വസ്സുന്ന,
അവരാണ് ചേർത്തിയത്, അവർ ചേർത്തിയിരിക്കുന്നു. അഹ്ല തൗഹീദി, തൗഹീദിന്റെ ആളുകളെ, വസ്സുന്ന, സുന്നത്തിന്റെ ആളുകളെ. ഈ വരികൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. തൗഹീദ് പറയുന്ന, തൗഹീദ് പ്രചരിപ്പിക്കുന്ന, തൗഹീദ് പഠിപ്പിക്കുന്ന, കിതാബ് തൗഹീദ് പഠിപ്പിക്കുന്ന, അതിന്റെ ശറഅ് പഠിപ്പിക്കുന്ന ആളുകളെ, നസബു അഹ്ല തൗഹീദി വസ്സുന്ന, അതേപോലെ തന്നെ സുന്നത്ത് പഠിപ്പിക്കുന്ന, സുന്നത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളെ അവർ ചേർത്തി. എന്തിലേക്ക് ചേർത്തി? നസബ ചേർത്തി. നസബ ഇലാ ബിദ്അത്തിൽ ഖവാരിജി വ ത്വരീഖഹിം, ഖവാരിജുകളുടെ മാർഗത്തിലേക്ക്, ഖവാരിജുകളുടെ ബിദ്അത്തിലേക്ക്. ബിദ്അത്തുൽ ഖവാരിജ് എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. ഖവാരിജുകളുടെ പുതിയ നൂതനമായ ചിന്തകൾ, അവരുടെ പുതിയ ആദർശങ്ങൾ, അവരുടെ തെറ്റായ സിദ്ധാന്തങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ അവരുടെ നിലപാടുകൾ, ഈ ഖവാരിജുകളുടെ ബിദ്അത്തിലേക്ക്, വ ത്വരീഖഹിം, അവരുടെ ലൈന്, അവരുടെ റൂട്ട്, അവരുടെ മാർഗം, അവരുടെ മാർഗത്തിലേക്കും തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആളുകളെ ഇവർ ചേർത്തിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ഫദ്ദാഉ ഖദീമുൻ, ഈ രോഗം പണ്ടേ ഉള്ള രോഗമാണ്. ഏത് രോഗം? തൗഹീദ് പ്രചരിപ്പിക്കുന്ന, അത് പഠിപ്പിക്കുന്ന, സുന്നത്ത് പ്രചരിപ്പിക്കുന്ന, അത് പഠിപ്പിക്കുന്ന, അതാ മൻഹജ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് നേരെ ഖവാരിജുകളുടെ ബിദ്അത്ത്, അവരുടെ നൂതനമായ അവരിലേക്ക് ഖവാരിജിയത്ത് ആരോപിക്കുക എന്നത് ഫദ്ദാഉ ഖദീമുൻ. ഈ രോഗം ഇത് പുതിയ അസുഖമല്ല, ഇത് പണ്ടേ ഉള്ള രോഗമാണ്. അതേപോലെ തന്നെ ഈ വാദം ഇവരെല്ലാത്തവരും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെ പോലുള്ള ഗുലാത്തീങ്ങളായ ആളുകള് ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത് ഇവർക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്, കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം. അപ്പൊ ഇവരും ഇവരെ പോലുള്ള ആളുകളും ഈ ഖവാരിജിയത്ത് സലഫികളുടെ മേൽ ആരോപിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മൾ ആദ്യമായിട്ട് ഈ വിഷയം പഠിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇങ്ങനെ ഒരു ഖവാരിജിയത്ത് സലഫികളുടെ മേൽ ആരോപിക്കുന്നത് ഇത് ചരിത്രത്തിൽ പുതിയൊരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ സലഫി പണ്ഡിതന്മാർ അതിന് ശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ, കിബാറുൽ ഉലമയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഷെയ്ഖ് റബീഅ്, അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ചോദിച്ചു, മാ ഖൗലുക്കും ഫീമൻ യഖൂലു ഇന്ന സലഫിയ്യ ജമഅത്ത് ബൈന മദ്ഹബിൽ ഖവാരിജി വ മദ്ഹബിൽ മുർജിഅ ലിഅന്നഹും ബിസഅമിഹിം യുകഫിറൂന അദ്ദുആത വയസ്കുതൂന അനിൽ കലാമി ഫിൽ ഹുക്കാമി വ മആസിഹിം. ഇതാണ് അദ്ദേഹത്തോടുള്ള ചോദ്യം. എന്താണ് ചോദ്യം? മാ ഖൗലുക്കും, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഫീമൻ യഖൂലു, പറയുന്നവരെ കുറിച്ച്. എന്താണ് അവർ പറയുന്നത്? അവരുടെ വാദം, വാദിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇന്ന സലഫിയത്ത, സലഫികൾ ജമഅത്ത് ബൈന മദ്ഹബിൽ ഖവാരിജി വ മദ്ഹബിൽ മുർജിഅ. കണ്ടോ, മുർജിഅത്തിന്റെയും ഖവാരിജിന്റെയും വീക്ഷണങ്ങൾ ഉള്ളവരാണ് സലഫികൾ എന്ന വാദം ഉന്നയിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അപ്പോ ഇത്തരത്തിലുള്ള വാദങ്ങൾ മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. ലിഅന്നഹും, കാരണം അവർ ബിസഅമിഹിം, അവരുടെ വാദത്തിനനുസരിച്ച്, അവരുടെ വാദം എന്താണ്? അവർ പറയുന്നത് യുകഫിറൂന ദുആത, ദാഇകളെ നിങ്ങൾ കാഫിറാക്കുന്നു എന്നതാണ്. വയസ്കുതൂന അനിൽ കലാമി ഫിൽ ഹുക്കാമി വ മആസിഹിം, അതേപോലെ തന്നെ ഭരണാധികാരികൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. ഭരണാധികാരികൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ മിണ്ടൂല, നിങ്ങൾ മൗനം പാലിക്കുന്നു, അതേക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂല, അവരുടെ തെറ്റുകൾക്ക് നേരെ നിങ്ങൾ മൗനം പാലിക്കുന്നു. അതേപോലെ തന്നെ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ദായിമാരെ നിങ്ങൾ കാഫിറുകളാക്കുന്നു, കുഫർ ആരോപിക്കുന്നു. ഇതാണ് അവര് വാദിക്കുന്നത്. ഇങ്ങനെ ഈ മുർജിഅത്തിന്റെയും ഖവാരിജിന്റെയും വാദത്തെ സമന്വയിപ്പിച്ചവരാണ് സലഫികൾ എന്ന വാദത്തെക്കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഷെയ്ഖ് റബീനോടാണ് ചോദ്യം.
അദ്ദേഹം അതിന് കൊടുക്കുന്ന ഉത്തരം ല, ആ വാദം തെറ്റാണ്. കുല്ലഹും, അതുകൊണ്ട് അവരോട് പറയണം ഹാദാ കദിബുൻ, ഇത് കളവാണ്. വസ്സഹീഹു അന്ന ഹുനാക ജമാഅത്തുൻ, എന്നാൽ സത്യം എന്താണെന്ന് അറിയോ? അന്ന ഹുനാക ജമാഅത്തുൻ, അവിടെ ഒരു ജമാഅത്തുണ്ട്. വഹിയ അൽ ഇഖ്വാൽ മുസ്ലിമീൻ, അവരാണ് ഇഖ്വാൽ മുസ്ലിമീൻ. ഇവരാണ് ജമാഅത്ത് ബൈന റഫ്ളി വബൈന അൽ ഖുറൂജി വബൈന അൽ ഇർജാഇ വബൈന അൽ ഇഅ്തിസാലി വബൈന അൽ ഇസ്തിറാഖിയ വബൈന അൽ ഇൽമാനിയ വബൈന കുല്ലി അൽ മദാഹിബ് അൽ ഹദ്ദാമ هي فرقة الإخوان المسلمين كل ما يخطر ببالك من الضلال والبدع تجده في هذا المعرض الكبير معرض الإخوان. അദ്ദേഹം വിശദീകരിക്കുന്നത് ആ വാദത്തിന് ഏറ്റവും യോജിച്ചത് ആരാണ്? അത് പറയുന്ന ഇഖ്വാൻ മുസ്ലിമീന്റെ ആളുകൾ തന്നെയാണ്. കാരണം ഖവാരിജിയത്തിന്റെ വാദം, മുർജിയത്തിന്റെ വാദം, മുഅ്തസിലത്തിന്റെ വാദം, ഇങ്ങനെ ഈ തെറ്റായ വാദങ്ങളൊക്കെ, ഈ എല്ലാ വാദങ്ങളും ആർക്കുണ്ട്? എല്ലാ വാദങ്ങളും ഇവർക്കുണ്ട്. ആർക്കുണ്ട്? ഈ പറഞ്ഞ ആളുകൾ, ഈ നമ്മുടെ മേൽ ഇത് ആരോപിക്കുന്ന ആളുകൾക്കുണ്ട്. അമ്മാ നഹ്നു ഇൻഷാ അല്ലാഹ് ഫഅല മൻഹജി സലഫി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ഫഅല മൻഹജി സലഫി, നമ്മൾ യഥാർത്ഥ സലഫിന്റെ മനഹജിലാണ്. അദ്ദേഹം അവർക്ക് മറുപടി കൊടുക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും എന്തല്ല, ഖവാരിജിന്റെയോ മുർജിയത്തിന്റെയോ ആശയങ്ങളെ പേറുന്നവരല്ല. അമ്മാ നഹ്നു ഇൻഷാ അല്ലാഹ് ഫഅല മൻഹജി സലഫി, ഞങ്ങളാണ് യഥാർത്ഥ മൻഹജ് സലഫ്, സലഫിന്റെ മനഹജിൽ നിലകൊള്ളുന്നവർ ഞങ്ങളാണ്. വമാ നുകഫിറു അദ്ദുആത, ഒരു പ്രബോധകരെയും ഞങ്ങൾ കാഫിറുകളാക്കിയിട്ടില്ല. അവരുടെ പേര് ഞങ്ങൾ ആരും കുഫർ ആരോപിച്ചിട്ടില്ല. ലാ നുകഫിറു അദ്ദുആത ഹത്താ ഹിതറസ്നാ മിൻ തബ്ദീഇഹിം, ഞങ്ങൾ ഒരാളെയും വെറുതെ ഞങ്ങൾ കാഫിറുകളാക്കാറില്ല. ഞങ്ങൾ നിരീക്ഷിച്ചിരിക്കും. അവരുടെ വിദഅത്തുകൾ എന്താണ്, ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കും. ഞങ്ങൾ അതിന് സാവകാശം കാണിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രബോധകനെയും വെറുതെ കാഫിറാക്കുക എന്നത്, അവരുടെ മേൽ ബിദഅത്ത് ആരോപിക്കുക എന്നത്, അത് ഞങ്ങളുടെ സ്വഭാവമല്ല. ഞങ്ങൾ ശരിയായ സലഫിന്റെ മനഹജിൽ തന്നെയാണ്. വഹാദാ മിൻ അക്കാദീബിഹിം, ഇതവരുടെ കള്ളവാദമാണ്. എന്ത്? സലഫികൾ ഖവാരിജിന്റെയും മുർജിയത്തിന്റെയും ആശയങ്ങൾ അവരിലുണ്ട്. യഥാർത്ഥ സലഫി ആദർശം പ്രചരിപ്പിക്കുന്നവർക്ക് നേരെ സംഘടനാപരമായ ഹിസ്ബിയത്തില്ലാതെ, അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും സലഫി ആദർശം അത് വെള്ളം ചേർക്കാതെ പറയണം എന്നാഗ്രഹിക്കുന്ന, ആ ദഅവത്ത് നടത്തുന്ന സലഫികളുടെ പേരിൽ മുർജിയത്തിന്റെയും ഖവാരിജിന്റെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് റബീ കൊടുക്കുന്ന മറുപടി വഹാദാ മിൻ അക്കാദീബിഹിം, അവരുടെ കളവുകളിൽപ്പെട്ട ഒരു കളവാണിത്. വമിൻ ഖസ്വായിസിഹിം അൽ കദിബ്, കളവ് പറയുക എന്നുള്ളത് അവരുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. വൽ ഇഫ്തിറ വൽ ബുഹ്ത്, ഇങ്ങനെ വ്യാജം, കളവ്, ഈ രൂപത്തിലുള്ള അതൊക്കെ ആരോപിക്കുക എന്നുള്ളത് അവരുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. ഫൽ ഇർജാഉ നഹ്നു നുഹാരിബുഹു വല്ലാഹ് അൽ ഇർജാഉ മൗജൂദുൻ ഫി സുഫൂഫിഹിം, ഞങ്ങളുടെ നേരെ നിങ്ങൾ മുർജിയത്തിന്റെ ആരോപണം ഉന്നയിച്ചു, എന്നാൽ ഇർജാ മൗജൂദുൻ ഫി സുഫൂഫിഹിം, അത് ഇതാരോപിക്കുന്നവരുടെ അണികളിലാണ്, കൂട്ടത്തിലാണ് അതിന്റെ ആശയമുള്ളത്. വഫിക്റുൽ ഖവാരിജി, ഇനി ഖവാരിജികളുടെ ചിന്ത, ഖവാരിജികളുടെ ലക്ഷണം, വല്ലാഹ് നുഹാരിബുഹു, ആ ഖവാരിജിന്റെ ചിന്തയോട് യുദ്ധം ചെയ്യുന്നവരാണ്, അതിനോട് പോരാടുന്നവരാണ് ഞങ്ങൾ അതിനോട് പോരാടുന്നു. ഖവാരിജിയൻ ചിന്തകളോട് ഞങ്ങൾ പോരാട്ടം നടത്തുന്നു, അതിനെതിരെ. വവല്ലാഹ്, അല്ലാഹ് തന്നെയാണ് സത്യം. ഫി സുഫൂഫിഹിം, അവരുടെ അണികളിലാണ്. വഫി അദ്മഇതഹിം ഫിക്റുൽ ഖവാരിജി, അവരുടെ ദിമാകളിലാണ്, അവരുടെ അണികളിലുമാണ് എന്തുള്ളത്? ഈ ഖവാരിജിയത്തിന്റെ ചിന്തകളുള്ളത്. അതൊരിക്കലും സലഫികൾക്കില്ല. അവരുടെ തലച്ചോറിലെ ദിവായിലാണ് എന്തുള്ളത്? ഖവാരിജിയത്തിന്റെ ചിന്ത ഉള്ളത്. ഞങ്ങളാകട്ടെ ഖവാരിജികളോട് യുദ്ധം ചെയ്യുന്നവരാണ്. ഫിക്റുൽ ഖവാരിജ്, ഖവാരിജിന്റെ ചിന്ത, വല്ലാഹ് മുതഅല്ലലുൻ ഫീ ഖുലൂബിഹിം വഫീ അദ്മഇതഹിം ഫനഹ്നു വല്ലാഹ് യുഹാരിബു ഫിക്റുൽ ഖവാരിജി. അദ്ദേഹം വീണ്ടും പറയാണ്, അവരുടെ ഹൃദയങ്ങളിൽ ഖവാരിജിന്റെ ചിന്ത കൊണ്ട് ഊട്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ മസ്തിഷ്കങ്ങളിൽ നിറച്ചും ഖവാരിജിയത്തിന്റെ ചിന്തയാണ്. ഞങ്ങളാകട്ടെ സലഫികളാകട്ടെ ആ ഖവാരിജിന്റെ ചിന്തകളോട് യുദ്ധം ചെയ്യുന്നവരാണ്. ഇത് അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്.
അവൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഇങ്ങനെ സലഫികളുടെ പേരിൽ ഒന്നും ഒരാരോപണവും ഉന്നയിക്കാനില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്നുള്ളത് ചില ആളുകളുടെ സ്വഭാവമാണ്. ഇപ്പൊ കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും 1.5 കൊല്ലം മുമ്പ് കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരു പണ്ഡിത സംഘടനയുടെ പേരിൽ ശിർക്കാരോപണമായിരുന്നു. ജിന്നിനോടുള്ള എല്ലാ സഹായം തട്ടവും ശിർക്കാണെന്ന് പറയണം. അത് സംഘടനാപരമായിട്ട് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചു. അത് അംഗീകരിക്കാത്തവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. സംഘടന അത് സലഫിയത്തിനെതിരെ പറയുമ്പോൾ ഒരിക്കലും നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യല്ല. അതും അടിസ്ഥാനപരമായൊരു വിഷയമാണത്. തൗഹീദിനെ തന്നെ നമുക്കറിയാം, തൗഹീദിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന ഒരു വിഷയമായിരുന്നു നമുക്കിടയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളതിനെ ശക്തമായിട്ട് എതിർത്തു. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘടന നിലനിർത്തണമായിരുന്നു. ആ സംഘടനയെ പിടിച്ചടക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. സലഫിയത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളെ പുറത്താക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ആരോപണം, ഒരായുധം അവർക്ക് വേണ്ടിയിരുന്നു. അതിനവർ ശിർക്കാരോപണം കൊണ്ടുവന്നു. നമ്മളതിനെ അതിശക്തമായിട്ട് എതിർത്തു. അത് എന്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ശരി, സംഘടന പറഞ്ഞാലും അതല്ല ഇനി ജമിയത്തുലമയുടെ പേരിൽ അത് എല്ലാം ശിർക്കാണെന്ന് പറയണം, അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മൾ അതിന് സന്നദ്ധരായില്ല എന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് നമ്മൾ അതിനെ എതിർത്തു. ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഉദ്ധരണികള്, ഗ്രന്ഥങ്ങള്, ആ വിഷയത്തിൽ സലഫി പണ്ഡിതന്മാരുടെ സമീപനങ്ങളൊക്കെ നമുക്ക് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അത് നമ്മൾ അവരോട് പറഞ്ഞു, ശിർക്ക് ആരോപിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ മേൽ, പ്രത്യേകിച്ചും തൗഹീദുള്ളവരുടെ മേൽ ശിർക്ക് ആരോപിക്കുക എന്നുള്ളത് വമ്പിച്ച ഗൗരവമുള്ള കാര്യമാണ്. അതിന്റെ ഹദീസുകൾ നമ്മൾ അവർക്ക് ഉദ്ധരിച്ചു കൊടുത്തു. അതിന്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മുടെ മുഖാമുഖങ്ങളിലൂടെ, നമ്മുടെ ക്ലാസുകളിലൂടെ, നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ, നമ്മുടെ ലേഖനങ്ങളിലൂടെ ഈ ശിർക്കാരോപണത്തിന്റെ ഗൗരവം നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷെ അവർക്കൊരു ആരോപണം അവർക്ക് വേണ്ടതുണ്ടായിരുന്നു. ഈ യഥാർത്ഥ സലഫിയത്ത് പ്രബോധനം ചെയ്യുന്ന ആളുകളെ അവർക്ക് അത് ഒരിക്കലും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഈ ഒരു ആരോപണം അവർ പൊക്കിപ്പിടിച്ചു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ നമ്മൾ ആ ആരോപണത്തിന്റെ ഗൗരവം നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒരിക്കലും ഒരു മുസ്ലിമിന്റെ നേരെ ശിർക്ക് ആരോപിക്കാൻ പാടില്ല, അത് അയാളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഹദീസുകളൊക്കെ നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഖവാരിജിയത്തിന്റെ ആരോപണമാണ്. 1.5 കൊല്ലം നമ്മൾ ശിർക്കാരോപണം ശരിയല്ല എന്ന് പറഞ്ഞു പോന്നിട്ട് അത് തെറ്റാണ്, അങ്ങനെ സത്യവിശ്വാസികളുടെ പേരിൽ ശിർക്കാരോപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നിട്ട് ഇപ്പൊ നമ്മൾ ഖവാരിജിയത്തിന്റെ ആരോപണമാണ് അവരുടെ സഹോദരങ്ങളോട് ചില ആളുകൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ആരോപണം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ? ശിർക്കാരോപണം ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലാകുമ്പോ അത് ഹറാമ്, അത് തെറ്റ്. എന്നാൽ അത് ദഅവാ സമിതിയുടെ പേരിൽ ഖവാരിജിയത്ത് ആരോപിക്കുമ്പോൾ അത് ഹലാലായി തീരുന്ന വല്ല മാനദണ്ഡം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ആ രൂപത്തിലുള്ള ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആരോപണം അതാണ്. ദമ്മാജ് ആരോപണം അത് ക്ലച്ച് പിടിക്കാതെ പോയി. അതേപോലെ തന്നെ സംഘടന ഹറാമാണ് എന്നുള്ള വാദമുണ്ട്. അതും വേണ്ടത്ര രൂപത്തിൽ ആളുകൾക്കിടയിൽ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പുതിയൊരു ആരോപണവുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ശിർക്ക് ആരോപണം പോലെ തന്നെ വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് ഖവാരിജ് ആരോപിക്കുക എന്നുള്ളത്, ഖവാരിജിയത്ത് ആരോപിക്കുക എന്നുള്ളത്. ശിർക്ക് ആരോപണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശിർക്ക് ആരോപണം എത്രത്തോളം തെറ്റായിരുന്നോ, അത് എത്രത്തോളം ഗുരുതരമായിരുന്നോ, അത് എത്രത്തോളം പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിരുന്നോ, അതേപോലെ തന്നെ ഗുരുതരമായ തെറ്റായ ഒരു ആരോപണമാണെന്ത്? ഖവാരിജിയത്ത് ആരോപിക്കുക എന്നുള്ളത്. സലഫിയത്ത് പ്രബോധനം ചെയ്യുന്ന ആളുകൾക്ക് നേരെ ഖവാരിജിയത്ത് ആരോപിക്കുക എന്നുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താ? ഖവാരിജുകളുടെ ലക്ഷണങ്ങൾ പഠിക്കാനാണ്. ഖവാരിജുകളുടെ ലക്ഷണങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ തോന്നും, എന്റെ അനിയൻ ഒരു ഖവാരിജിന്റെ ലക്ഷണങ്ങളുണ്ടോ, എന്റെ ഇക്കാക്കാക്ക് ഖവാരിജിന്റെ ലക്ഷണങ്ങളുണ്ടോ, എനിക്ക് തൗഹീദ് പഠിപ്പിച്ച ഉസ്താദിന് ഖവാരിജിന്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന് തോന്നിപ്പോകും ഖവാരിജിന്റെ ലക്ഷണങ്ങൾ പഠിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾ ഖവാരിജി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവരെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയമാണത്. അപ്പൊ ആ വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്,
ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഞങ്ങൾ നിങ്ങളെ ഖവാരിജികളാക്കിയിട്ടില്ല, ഖവാരിജിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് അതിന് തെളിവ് കൊണ്ടുവന്നത് ദാത്ത് അൻവാത്തിന്റെ സംഭവം. ഞങ്ങൾക്ക് അവർക്കുള്ളതുപോലെ ഒരു ദാത്ത് അൻവാത്ത് വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ എന്ത് പറഞ്ഞു? ഇത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് ഇലാഹിനെ ചോദിച്ചതുപോലെയാണെന്ന് പറഞ്ഞല്ലോ. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കാക്കിയതല്ല എന്നാണ്. ആ തെളിവ് പിടിച്ചിട്ട് പറയുന്നത് എന്താ? ഖവാരിജിയത്തിന്റെ, നിങ്ങൾ ഖവാരിജികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, ആ ഖവാരിജിന്റെ ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ട്, അത് പരിശോധിക്കണം, അതൊരിക്കലും നിങ്ങളെ ഖവാരിജികളാക്കലല്ല എന്നതാണ് ഇപ്പോ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പ്രതീക്ഷിച്ചു എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ എന്താ? മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികള് അവർക്കൊരു ഇലാഹിനെ വേണമെന്ന് ആവശ്യപ്പെട്ടതുപോലെയാണ് നിങ്ങൾ ഈ പറഞ്ഞത് എന്നാ. പക്ഷെ അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ഇത് അല്ലനാ ദാത്ത് അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാത്ത്. ആ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഖവാരിജിയത്തെ ആരോപിക്കപ്പെടുമ്പോ ഖവാരിജിയത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരാൾ പറഞ്ഞു. ഖവാരിജി എന്ന് വിളിച്ച അത് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും അത് തിരുത്തിയിട്ടുണ്ട്. നമ്മൾ ആ വിഷയത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്നില്ല. പക്ഷെ ഖവാരിജിന്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ആ ഖവാരിജിന്റെ ലക്ഷണങ്ങൾ? അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കാരണം നമ്മൾ ആ വിഷയം പഠിക്കുന്നതിന്റെ മുമ്പ് ഇത് സാന്ദർഭികമായിട്ട് ഇത് പറയാതെ പോയാൽ ശരിയാവില്ല. എന്താണ് ഖവാരിജിന്റെ ലക്ഷണങ്ങൾ? നമ്മൾ പ്രതീക്ഷിച്ചത് എന്താ അറിയോ? നിങ്ങളെ ഒരിക്കലും ഖവാരിജികളാക്കുകയല്ല, ഖവാരിജിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ ഖവാരിജികളാക്കലല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഇതാ ഖവാരിജിന്റെ ഇന്ന ഇന്ന ലക്ഷണങ്ങൾ. കാരണം പണ്ഡിതന്മാർ കൃത്യമായി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. ഖവാരിജികളുടെ ലക്ഷണങ്ങൾ, അവരുടെ അലാമാത്തുകൾ, അവരുടെ സിഫാത്തുകൾ കൃത്യമായി പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അതില് ഇന്ന ഇന്ന ലക്ഷണങ്ങൾ, ഇന്ന ഇന്ന സിഫാത്തുകൾ, ഇന്ന ഇന്ന അടയാളങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അത് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഇന്ന് പറയുന്നുണ്ടോ എന്നറിയില്ല. ഇന്നത്തെ ക്ലാസ്സിലില്ലെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്നെങ്കിൽ ആരോപണം പിൻവലിക്കുക. കാരണം ശിർക്ക് ആരോപണം പോലെ തന്നെ ഗൗരവമുള്ള ഒരു ആരോപണമാണത്, ഖവാരിജിയത്തിന്റെ ആരോപണം എന്നുള്ളത്, ഖവാരിജ് ആരോപിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒന്നുകിൽ ആരോപണം പിൻവലിക്കുക, അതല്ലെങ്കിൽ ഖവാരിജികളുടെ സിഫാത്തുകളായി പണ്ഡിതന്മാർ എണ്ണിപ്പഠിപ്പിച്ച ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ചു തരണം. നിങ്ങളത് സമർത്ഥിക്കണം. നിങ്ങൾ വെറുതെ ആരോപണം, പൊതുജനങ്ങളുടെ മുമ്പിൽ ആരോപണം ഉന്നയിച്ചു പോയിട്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കുക എന്നുള്ളത് ദഅവത്ത് നടത്തുന്ന, അത് മുവഹിദീങ്ങളായ ഖുർആനും സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുന്ന ആളുകൾക്ക് ഒട്ടും ചേർന്നതല്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, മൈക്ക് കൈ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്നുള്ളത്. അതുകൊണ്ട് ആ ആരോപണം ഉന്നയിച്ചത് ആരാണ്, അവർക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യത ഉണ്ട്. ഖവാരിജികളുടെ ഇന്ന ആളുകളാണ് ഖവാരിജികൾ. ആ ഖവാരിജികളുടെ ലക്ഷണങ്ങൾ, അവരുടെ അടയാളങ്ങൾ, അവരുടെ സിഫാത്തുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നിലപാടുകൾ ഇന്നതൊക്കെയാണ്. ആ നിലപാടുകൾ ഇതാ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം എന്നുള്ളത് സാന്ദർഭികമായിട്ട് ബോധ്യപ്പെടുത്താണ്. അപ്പൊ ഇവിടെ ഈ ആരോപണം സലഫികൾക്ക് നേരെ ഉന്നയിച്ചത് ഇവരാണ് എന്നുള്ളതാണ് ഷെയ്ഖ് റബീ വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഞങ്ങള് ഖവാരിജിന്റെ ചിന്തകൾക്ക് അതിനെതിരെ യുദ്ധം നടത്തുന്നവരാണ്. ആ ചിന്തയും ആദർശവും പേറി നടക്കുന്നത് നിങ്ങളാണ്. എന്നിട്ട് ഷെയ്ഖ് റബീ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത്, വബൈനനാ വബൈനഹും മൈദാനുൻ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ഏരിയ ഉണ്ട്, വിശാലമായൊരു ഏരിയ. എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുന്നു, ഹാദിഹി കുത്തുബുന, ഇതാ ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ, ഞങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ. വഹാദിഹി അശ്രിതത്തുന, ഇതാ ഞങ്ങളുടെ കാസറ്റുകൾ. വഹാദിഹി മവാഖിഫുന, ഇതാ ഞങ്ങളുടെ നിലപാടുകൾ. അദ്ദേഹം വിശദീകരിക്കാണ്, ഞങ്ങൾ എഴുതിയത്, ഞങ്ങൾ പ്രസംഗിച്ചത്, ഞങ്ങളുടെ നിലപാടുകൾ എല്ലാം ഇതാ. തുഹാരിബു കുല്ല മിനൽ ഇർജാഇ വൽ ഖവാരിജി മിൻ കുതുബിനാ മിൻ അശ്രിതത്തിനാ മിൻ ദുറൂസിനാ മിൻ അയ്യി ശൈഇൻ, ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നവരാണ്. ഖവാരിജികളോടും മുർജിഅത്തിനോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ കാസറ്റുകളിലൂടെ, ഞങ്ങളുടെ ലേഖനങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെ ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നവരാണ്. ഇതാ ഞങ്ങളുടെ കാസറ്റുകൾ, ഇതാ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ, ഇതാ ഞങ്ങളുടെ നിലപാടുകൾ. ആ നിലപാട് ഞങ്ങൾക്കില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഇതേ ചോദ്യം തന്നെയാണ്. എന്ത് ഖവാരിജിന്റെ എന്ത് നിലപാടാണ് നമുക്കുള്ളത്? അത് തെളിയിക്കേണ്ടതുണ്ട്. ഇനി അതല്ല,
മിക്സഡ് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞത് അത് ഖവാരിജത്തിന്റെ അടയാളമാണോ? നിങ്ങളത് പറയണം. അതേപോലെ തന്നെ മഹ്റമില്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത് ഖവാരിജുകളുടെ നിലപാടാണോ? നിങ്ങളത് പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇതൊക്കെയാണോ ഖവാരിജുകളുടെ നിലപാട്? കിതാബ് തൗഹീദ് പഠിപ്പിക്കല്, പള്ളിയിലിരുന്ന് ക്ലാസ് നടത്തല്, അതേപോലെ തന്നെ സംഘടനക്ക് ശുറൂത്തുണ്ട് എന്ന് പറയുന്നത്, ഉലുൽ അംറിൽ സംഘടനാ നേതാക്കന്മാര് പെടില്ല എന്ന് പറയുന്നത്, ഇതൊക്കെ ഖവാരിജുകളുടെ സിഫാത്തുകളും അലാമാത്തുകളുമാണ് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? നിങ്ങളത് തുറന്നു പറഞ്ഞാൽ മതി. ഇനി ഇതൊന്നും ഖവാരിജുകളുടെ വാദമല്ല, വേറെ ചില വാദങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണോ? നിങ്ങൾ ആ 1, 2, 3, 4 എണ്ണമിട്ട വാദങ്ങളൊന്ന് പറയണമെന്നുള്ളത് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കണം. അപ്പൊ ഷെയ്ഖ് റബീ വിശദീകരിച്ചപ്പോൾ അത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ ഖവാരിജിയത്തിന്റെ ആരോപണം ഇത് ചരിത്രത്തിൽ കണ്ടുവരുന്ന ഒന്നാണ്. കാരണം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സലഫികളെ നേരിടാൻ സാധ്യമല്ല എന്ന് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെ നമുക്ക് സംസാരിക്കാനുണ്ട്. കുറെ ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സമയത്തിനും സന്ദർഭത്തിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഖവാരിജികൾ? എന്താണ് അവരെ കുറിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ. ഖറജ എന്ന പദത്തിൽ നിന്നാണ് ഖവാരിജികൾ എന്ന പ്രയോഗമുണ്ടായിട്ടുള്ളത്. ഖറജ പുറപ്പെട്ടു എന്നാണ് അർത്ഥം. അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം പോലെ തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് ഈ ഖവാരിജ് ആരാണ് എന്നുള്ളതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, അവർക്ക് ആ പേര് കിട്ടാനുള്ള കാരണത്തെക്കുറിച്ച് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറഞ്ഞു, ഖവാരിജികൾക്ക് ആ പേര് ലഭിക്കാനുള്ള കാരണം സുമ്മു ബിദാലിക ലി ഖുറൂജിഹിം അനിദ്ദീനി, അവര് ആ പേര് കിട്ടാനുള്ള കാരണം അവർ ദീനിൽ നിന്ന് പുറത്തു പോയത് കൊണ്ടാണ്. വ ഖുറൂജിഹിം അലാ ഖിയാരിൽ മുസ്ലിമീന, അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾക്കെതിരെ അവർ വിപ്ലവം നടത്തി, അവർ യുദ്ധം ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് ഖവാരിജികൾ എന്ന പേര് ലഭിച്ചത് എന്നാണ്. ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഹദീസ് നമ്മൾ വിശദീകരിക്കും. അവർക്ക് ആ പേര് കിട്ടാനുള്ള കാരണം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവർ ദീനിൽ നിന്ന് പുറത്തുപോയി. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പറഞ്ഞാൽ അതിന്റെ വിശദീകരണങ്ങൾ വേറെ വരുന്നുണ്ട്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നല്ല അതിന്റെ അർത്ഥം. അതിൽ ഇഖ്തിലാഫ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മുസ്ലിങ്ങൾക്കെതിരെ അവർ വിപ്ലവം നയിച്ചു, അവർ യുദ്ധം ചെയ്തു. ഇതുകൊണ്ടാണ് അവർക്ക് എന്ത് പേര് കിട്ടിയത്? ഖറജ, ഖവാരിജ് എന്ന പേര് കിട്ടാനുള്ള കാരണം ഇതാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിൽ അദ്ദേഹം പറഞ്ഞു, വസുമ്മു ഖവാരിജ്, അവർ ഖവാരിജ് എന്ന് പേര് വിളിക്കപ്പെടാനുള്ള കാരണം ലി ഖുറൂജിഹിം അലൽ ജമാഅ, അവർ അൽ ജമാഅ, അതായത് മുസ്ലിങ്ങളുടെ അൽ ജമാഅത്ത്, അലി റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ഖിലാഫത്ത്, ഇസ്ലാമിക രാഷ്ട്രം, ആ ജമാഅത്തിനെതിരെ അവർ യുദ്ധം ചെയ്തു, അവർ വിപ്ലവം നടത്തി. ഇതുകൊണ്ടാണ് ഖവാരിജികൾക്ക് ആ പേര് കിട്ടാനുള്ള കാരണം. ഖറജ, ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ വിപ്ലവം നയിക്കുക, അവർക്കെതിരെ ശബ്ദിക്കുക. ഈ കാരണം കൊണ്ടാണ് അവർക്ക് ആ പേര് ലഭിച്ചത് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ അല്ലാമ ഷഹരിസ്ഥാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ മിലൽ വൻ നിഹൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്, കുല്ലു മൻ ഖറജ അലൽ ഇമാമിൽ ഹഖി അല്ലദി ഇത്തഫഖത്തിൽ ജമാഅത്തു അലൈഹി യുസമ്മ ഖാരിജിയൻ. ഇത് അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം നടത്തിയ ആളുകൾക്ക് മാത്രമാണോ ഖവാരിജി എന്ന് പറയുന്നത്? അല്ല എന്നാണ്. ഇതെല്ലാ കാലഘട്ടത്തിലും ബാധകമാണ്. കുല്ലു മൻ ഖറജ, വിപ്ലവം നടത്തുന്ന എല്ലാവർക്കും, യുദ്ധം നടത്തുന്ന എല്ലാവർക്കും, അലൽ ഇമാമിൽ ഹഖിൽ ലദി ഇത്തഫഖത്തിൽ ജമാഅത്തു അലൈഹി, മുസ്ലിങ്ങൾ ഏകോപിച്ച് തെരഞ്ഞെടുത്ത ഒരു ഇമാമ്, ഒരു രാഷ്ട്ര തലവൻ, അതിനെതിരെ യുദ്ധം ചെയ്യുന്ന, അതിനെതിരെ പട നയിക്കുന്ന എല്ലാവർക്കും എന്ത് പറയും? യുസമ്മ ഖാരിജിയൻ, അവർക്കൊക്കെ ഖവാരിജി എന്ന് പറയും. സവാഉൻ കാനൽ ഖുറൂജ് ഫി അയ്യാമി സ്വഹാബ അലൽ അയിമ്മത്തി റാഷിദീന, അത് സ്വഹാബികളുടെ കാലഘട്ടത്തിലാണെങ്കിലും ഏറ്റവും
സച്ചരിതരായ സഹാബത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്കെതിരെയാണെങ്കിലും ശരി, ഔകാന ബഅദഹും അല താബിഈന ലഹും ബിഇഹ്സാനിൻ, അതല്ല താബഈങ്ങളുടെ കാലഘട്ടത്തിൽ അവർക്കെതിരെയാണെങ്കിലും ശരി, വൽ അഇമ്മ ഫി കുല്ലി സമാനിൻ, അതേപോലെ തന്നെ ഏതൊരു കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ഇമാമിങ്ങൾക്കെതിരെ ആകട്ടെ അവർക്കെതിരെ യുദ്ധം ചെയ്യുക, അവർക്കെതിരെ ശബ്ദിക്കുക. കാരണം അതിന് ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് അങ്ങനെ ശബ്ദിക്കുന്ന എല്ലാവർക്കും പറയുന്ന പേരാണ് ഖവാരിജികൾ എന്നാണ് അല്ലാമത്തു ഷഹ്രിസ്ഥാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. ഇതേപോലെ തന്നെ ഇബ്നു ഹസം പറയുന്നത്, അദ്ദേഹം മറ്റൊരു രൂപത്തിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് എന്താ വെച്ചാല്, ഖാല ഇമാം ഇബ്നു ഹസം അന ഇസ്മൽ ഖാരിജ് അല്ലെങ്കിൽ ഖവാരിജി എന്ന പേര് യൽഹഖു കുല്ലു മൻ അശ്ബഹൽ ഖാരിജീന അൽ ഇമാമി, ഇമാമിന് നേരെ ആരെല്ലാം പുറപ്പെടുന്നുണ്ടോ, ആരെല്ലാം യുദ്ധം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ മുസ്ലിങ്ങൾ തെരഞ്ഞെടുത്ത ഇമാം ഒരു ഖലീഫ, ആ ഖലീഫക്ക് നേരെ ആരെങ്കിലും പുറപ്പെടുന്നുണ്ടോ, അപ്പൊ അതൊരു പൊതു തത്വമാണ്. ഇസ്ലാമിക ലോകത്തുള്ള ഖലീഫക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇസ്ലാമിക രാഷ്ട്ര നേതാവിനെതിരെ നഹീം അൽ മുൻകർ നടത്തുന്നതിന് ചില ഷർത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ പരസ്യമായിട്ട് അവരുടെ തിന്മകൾ എതിർക്കാൻ പാടില്ല, അതിൻ്റെതായ നിബന്ധനകൾ വേറെ പറയുന്നുണ്ട്. ഈ നിബന്ധനകൾ ചിലപ്പോ അതുകൊണ്ടായിരിക്കും നമ്മളെ ഖവാരിജ് ആരോപിച്ചത്. കാരണം എന്താ വെച്ചാൽ സംഘടനാ നേതാക്കന്മാർ ഉലുലംബറാണല്ലോ. അപ്പൊ ആ ഉലുലംബറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്യമായി നമ്മൾ അവരുടെ വാദങ്ങൾ എതിർത്തിട്ടുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഖവാരിജുകൾ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഏതായാലും അടുത്ത ക്ലാസ്സിൽ അതിന്റെ വിശദീകരണം ഉണ്ടാവുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇങ്ങനെ ആരെല്ലാം അതിനോട് സാദൃശ്യരാകുന്നുണ്ടോ അവർക്കൊക്കെ ഖവാരിജ് എന്ന പേര് പറയും. അതേപോലെ തന്നെ ഷാറക്കഹും ഫി ആറാഇഹിം ഫി അയ്യി സവനിൻ, അതേപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ചിന്തകൾ, ആ ചിന്തകളോട് ആരെല്ലാം സാദൃശ്യരാകുന്നുണ്ടോ, ആ ചിന്തകൾ ആർക്കെല്ലാം ഉണ്ടോ അവർക്കും എന്ത് പറയും, ഖവാരിജ് എന്ന് പറയും. ഇതാണ് ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഇതിന്റെ നിബന്ധനകൾ പണ്ഡിതന്മാർ ഒരുപാട്, ഈ എന്തുകൊണ്ട് ഖവാരിജുകൾ എന്ന പേര് വന്നു എന്നുള്ളത് പണ്ഡിതന്മാർ പലരും അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ പേരുകൾ അവർക്കുണ്ട്. പല പേരുകളിലാണ് ഖവാരിജുകൾ അറിയപ്പെടുന്നത്. ആ പേരുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊരു പേര് അൽ ഖവാരിജ് എന്ന പേര് തന്നെ. ആ പേര് ഖവാരിജുകൾ അംഗീകരിച്ചിട്ടുണ്ട്, അവർ അംഗീകരിക്കുന്ന പേരാണ്. നമ്മൾ അവരെ ഖവാരിജ് എന്ന് വിളിക്കുന്ന അർത്ഥത്തിലല്ല എന്ന് മാത്രം. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖവാരിജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അർത്ഥത്തിലാണ്. ഒരു ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ വിപ്ലവം നയിച്ച ആളുകൾ, യുദ്ധം ചെയ്ത ആളുകൾ, ആ അർത്ഥത്തിലാണ് നമ്മൾ അവരെ ഖവാരിജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവരെ ദീനിൽ നിന്ന് പുറത്തു പോകും, ഒരമ്പ് അതിന്റെ ഇത് തുളച്ചു പുറത്തു പോകുന്നത് പോലെ എന്ന് പറഞ്ഞല്ലോ. ആ അർത്ഥത്തിലാണ് നമ്മൾ അവരെ ഖവാരിജ് എന്ന് പറയുന്നത്. അപ്പൊ ഖവാരിജ് എന്ന പേര് അവർ അംഗീകരിക്കുന്നുണ്ട്. അത് ഏതർത്ഥത്തിലാ? അത് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖവാരിജുകളുടെ ആശയങ്ങളും ആദർശങ്ങളും അംഗീകരിക്കാത്തവരുടെ രക്തവും അവരുടെ ധനവും അവർക്ക് അനുവദനീയമാണ്, ഖവാരിജുകൾക്ക് അനുവദനീയമാണ്. അപ്പൊ അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് എന്നാണ് ഖവാരിജുകളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഖവാരിജുകൾ എന്ന പേര് അവർ അംഗീകരിക്കുന്നു. ഞങ്ങൾ ഖവാരിജുകളാണ് എന്നുള്ളത് അത് അംഗീകരിക്കുന്നു. അത് അവർ തന്നെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ, ഹദീസുകളൊക്കെ അവർ തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഖവാരിജുകളുടെ ഒരു പേര്. ഖവാരിജുകളുടെ രണ്ടാമത്തെ ഒരു പേര് അൽ ഹറൂറിയ എന്നതാണ്. അൽ ഹറൂറിയത്ത്. ആ പേര് ഖവാരിജുകൾക്ക് വരാനുള്ള കാരണം, ഹറൂറിയ എന്നുള്ളത് ഇസ്മു ഖറിയ, അതൊരു ഗ്രാമത്തിന്റെ പേരാണ്, ഒരു പ്രദേശത്തിന്റെ പേരാണ് ഹറൂറ എന്നത്. ഹറൂറ അതിലേക്ക് ചേർത്തിട്ടാണ് അവരെ ഹറൂറിയാക്കൾ എന്ന് വിളിക്കുന്നത്. അൽ ഹറൂറിയ ആ സ്ഥലത്തിലേക്ക് ചേർത്തിട്ടാണ്. കൂഫക്കടുത്തുള്ള സ്ഥലമാണ് ഹറൂറ, അതിലേക്ക് ചേർത്തിട്ടാണ്. ഈ പേരിലും ഖവാരിജുകൾ അറിയപ്പെടുന്നുണ്ട്. ഈ പ്രയോഗം ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രയോഗം
നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു പെണ്ണൊരു ചോദ്യം ചോദിച്ചല്ലോ. പെണ്ണല്ല, സഹാബ വനിതയാണ്. മുആദ എന്ന് പറയുന്ന സഹാബ വനിത ചോദിച്ചല്ലോ, ആർത്തവകാലത്ത് നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവിട്ടുന്നു, എന്നാൽ നിസ്കാരം എന്തുകൊണ്ട് കളാക്കുന്നില്ല, എന്തുകൊണ്ട് അത് നോറ്റുവിട്ടുന്നു, നിസ്കാരം പിന്നീട് എന്തുകൊണ്ട് അനുഷ്ഠിക്കുന്നില്ല എന്ന് ചോദിച്ച സന്ദർഭത്തില് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിച്ചല്ലോ, ഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയത്താണോ? അവ പ്രയോഗ ഹദീസിൽ വന്നിട്ടുണ്ടെന്ന്. ഹറൂറിയത്ത്, അതായത് ഖവാരിജിന്റെ വാദം നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. ആ ഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയത്താണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പ്രയോഗ ഹദീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിലെ 103-ാമത്തെ ആയത്ത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല എന്ന ആയത്ത്. ആയത്തിനെ സംബന്ധിച്ച് മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സഅൽതു അബി, ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു. ഈ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല എന്ന ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുമുൽ ഹറൂറിയ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ഹറൂറിയാക്കളാണോ? ഖാല, അദ്ദേഹം പറഞ്ഞില്ല, ഹുമുൽ യഹൂദ് വൻ നസ്വാറ, അമ്മൽ യഹൂദ് ഫകദ്ദബു വഅമ്മ നസ്വാറ കഫറു. എന്നിട്ട് അദ്ദേഹം അതങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോ അത് പറഞ്ഞെന്തിനു വെച്ചാല് ഹറൂറിയത്ത് അല്ലെങ്കിൽ ഹറൂറിയാക്കൾ എന്ന പേര് ഖവാരിജികൾക്കുണ്ട്. ആ പേര് ഹദീസിലൊക്കെ ആ പേര് വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഒരു സ്ഥലത്തിലേക്ക് ചേർത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് ചേർത്തിക്കൊണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമികമായിട്ട് തെറ്റല്ല എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ സ്ഥലത്തിലേക്ക് ചേർത്തിട്ട് പരിചയപ്പെടുത്തും, ചിലരുടെ നിലപാടിലേക്ക്. ഇപ്പോ ഖവാരിജ് എന്ന പേര് അവരുടെ ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാ. അവർക്കെതിരെ പുറപ്പെട്ടവർ, ഇസ്ലാമിക ലോകത്തെ ഖലീഫക്കെതിരെ പുറപ്പെട്ടവർ, ആ രൂപത്തില്. ഹറൂറിയത്താണെങ്കിൽ ആ സ്ഥലത്തിലേക്ക് ചേർത്തിയിട്ട്. അപ്പൊ അത് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഒന്ന് ഖവാരിജ്, 2 ഹറൂറിയ, 3 അശ്ശുറാത്ത്. ഷുറാത്ത് വിറ്റവർ എന്നാണ് അതിന്റെ അർത്ഥം. ഷുറാത്ത്, ഈ പേരുകളൊക്കെ ഖവാരിജികൾ അംഗീകരിക്കുന്നുണ്ട്. അശ്ശുറാത്ത്, ഷുറാത്ത് പറഞ്ഞ വിറ്റവർ, ആ പേര് ഖവാരിജികൾക്കുണ്ട്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കപ്പെടുന്ന എന്താ? നമുക്കറിയാം, ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഖവാരിജികളുടെ ഇബാദത്തുകൾ അത് വളരെ കൂടുതലായിരിക്കും, നമ്മളെക്കാൾ കൂടുതലായിരിക്കും ഖവാരിജികളുടെ ഇബാദത്തുകൾ. നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ നോമ്പും അവരുടെ ദാനധർമ്മങ്ങളും നിസ്കാരമൊക്കെ അത് നമ്മളെക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ അവരതിൽ അഭിമാനിക്കുന്നവരാണ്. അവരതിൽ പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ വിറ്റവരാണ്, സ്വർഗത്തിന് പകരമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ വിറ്റു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഷുറാത്ത് എന്ന പേര് അതിലേക്ക് ചേർത്തിയിട്ടാണ് ഷുറാത്ത് എന്ന പേരിൽ ഖവാരിജികൾ അറിയപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ തന്നെ മറ്റൊരു പേരാണ് അൽ മാരിഖ. ഈ പേര് കിട്ടാനുള്ള കാരണം നേരത്തെ പറഞ്ഞ ഹദീസുകളാണ്. യംറഖൂന മിനദ്ദീൻ എന്ന് പറഞ്ഞല്ലോ, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും, ദീനിൽ നിന്ന് പുറത്തു പോകും, വില്ലിൽ നിന്ന് അമ്പ് പോകുന്നത് പോലെ. അതാ ഒരുവിന്റെ ശരീരത്തെ തുളച്ച് കടന്നു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തു പോകും. അൽ മാരിഖ, ഖവാരിജികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണിത്, അൽ മാരിഖത്ത്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയാനുള്ളത്. അൽ ഹദീസുൽ മാരിഖ, ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ ഹദീസുകൾ അൽ ഹദീസുൽ മാരിഖ, ഖവാരിജികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അൽ മാരിഖ ഈ പേര് അവർ അംഗീകരിച്ചിട്ടില്ല ഖവാരിജികൾ. ഇത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്ന ഖവാരിജികൾ കിട്ട പേരാണ്. അവരെ പരിചയപ്പെടുത്തിയത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അൽ മാരിഖ എന്ന പേര്. അവ ഇതും അവരുടെ പേരാണ്, ഖവാരിജികളുടെ പേരാണ്. ഇതേപോലെ തന്നെ 5-ാമത്തെ ഒരു പേരാണ് അൽ മുഹക്കിമ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തഹക്കീമിനെ അംഗീകരിക്കാത്തവർ എന്നാണ്. അൽ മുഹക്കിമ, തഹക്കീമിനെ അംഗീകരിക്കാത്തവർ. അതാണ് അതിന്റെ ഒരു കാരണം പറയുന്നത്. അതായത് ഖവാരിജികൾ, നമുക്കറിയാം ഖവാരിജികൾ ഉണ്ടായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സിഫീൻ യുദ്ധത്തോട് കൂടിയിട്ടാണ്. നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. എന്നാൽ അതൊരു പ്രസ്ഥാനമായി, അതൊരു ആദർശമായി, ഒരു ബ്ലോക്കായിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് സിഫീൻ യുദ്ധത്തിന് ശേഷമാണ്.
എന്തുകൊണ്ട്? അവര് തഹക്കീമിനെ എതിർത്തു. തഹക്കീം എന്ന് പറഞ്ഞാല് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുക. അതിന് മധ്യസ്ഥന്മാർ നിശ്ചയിച്ചു, അതിനെ അവരെ എതിർത്തു. അത് ഖുർആനെതിരായിരുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ടാണ് അവർക്ക് എന്ത് പേരിട്ട് അൽ മുഹക്കിമ. വേറെ കാരണം പറയുന്നത്, അവര് മുസ്ലിങ്ങളിൽ നിന്ന് മാറി നിന്നതിന് ശേഷം എന്ത് ചെയ്തു? അവനെല്ലായിടത്തും ഇതൊരു പ്രശ്നമാക്കി. അലി റളിയല്ലാഹുവിനെതിരെ ഒരു ആയുധമാക്കി ഇവർ കൊണ്ടുനടന്നു വന്ന. ഏത് സന്ദർഭത്തിൽ ഇവരെന്ത് പറയും? ലാ ഹുക്കുമ ഇല്ലല്ലാ, ഇൽ ഹുക്കുമ ഇല്ലാ ലില്ലാ, ലാ ഹുക്കുമ ഇല്ലല്ലാ. മിമ്പറിൽ വെച്ച് അലി റളിയല്ലാഹു പ്രസംഗിക്കുമ്പോൾ എന്ത് പറയും? ഇൽ ഹുക്കുമ ഇല്ലാ ലില്ലാ, ലാ ഹുക്കുമ ഇല്ല. ഈ രൂപത്തിൽ അവരതിങ്ങനെ അങ്ങാടികളിലും ഖുത്ബ നടക്കുന്ന സന്ദർഭങ്ങളിൽ പള്ളികളിൽ വെച്ചിട്ട് ഇതിങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കാരണം കൊണ്ട് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൽ മുഹക്കിമത്തു എന്ന പേര് അവർക്ക് ലഭിക്കാനുള്ള കാരണം. ആറാമതായിട്ട് നവാസിബ് എന്ന പേര് അവർക്കുണ്ട്. ഖവാരിജിയാക്കൾക്ക് നാസിബ്, നവാസിബ്, നാട്ടിവെക്കുക എന്നതിന്റെ അർത്ഥം. അതെന്താ വെച്ചാല് അലി റളിയല്ലാഹുവിനോടുള്ള ശത്രുത സ്ഥാപിച്ചവർ, അലി റളിയല്ലാഹുവിനോട് അങ്ങേയറ്റം ശത്രുത കാണിച്ചവര്, ആ ശത്രുത സ്ഥാപിച്ചവർ എന്ന അർത്ഥത്തിൽ നവാസിബ് എന്ന പേര് അവർക്ക് കിട്ടിയിട്ടുണ്ട്. നവാസിബ്. ഇങ്ങനെ വേറെയും ഒരുപാട് പേരുകൾ ചരിത്രത്തിൽ അവർക്ക് കാണാം. അവ പ്രധാനപ്പെട്ട പേരുകൾ ഇതാണ്. അപ്പോ ഖവാരിജികളെ കുറിച്ച് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, സലഫികൾക്ക് നേരെ ഖവാരിജത്തിന്റെ ആരോപണം മുമ്പുണ്ടായിട്ടുണ്ട്. 2, ഖവാരിജികൾക്ക് ആ പേര് ലഭിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് വിശദീകരിച്ചു. 3, ഖവാരിജികൾ വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഖവാരിജികളുടെ ഉത്ഭവം. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഒരു പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന സിഫീൻ യുദ്ധത്തിന് ശേഷമായിരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നാൽ ഈ ഖവാരിജിയത്തിന്റെ ചിന്ത, ഈ ഖവാരിജിയത്തിന്റെ ഉത്ഭവം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ഖവാരിജിയൻ ചിന്തക്ക് വിത്ത് പാകിയിരുന്നു. അതിന്റെ തെളിവ് അവർ പറയുന്നത്, ഖവാരിജികളുടെ ഒന്നാമൻ, അതിന്റെ വിത്ത് വിതച്ചവൻ ആരാണ്? ദുൽ ഖുവൈസിറ ആണ്. ദുൽ ഖുവൈസിറ പലരുണ്ട്. ഇവിടെ ദുൽ ഖുവൈസിറത്തു തമീമി, തമീമുകാരനായ, തമീം ഗോത്രക്കാരനായ ദുൽ ഖുവൈസിറയാണ് യഥാർത്ഥത്തിൽ ഇതിനാദ്യമായിട്ട് വിത്ത് പാകിയത് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുൽ ഖുവൈസിറ, ദുൽ ഖുവൈസിറത്തു തമീമി, ഇയാളാണ് ഇതിന് വിത്ത് പാകുന്നത്. അതെന്താണ് സംഭവം? അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ആ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ബുഖാരി, മുസ്ലിം, അതല്ലാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ജാബിർ റളിയല്ലാഹുവിൽ നിന്ന്, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹുവിൽ നിന്ന്, ഇതേപോലെ തന്നെ ഉബൈദത്തു സൽമാനി റളിയല്ലാഹുവിൽ നിന്ന്, ഇങ്ങനെ പല റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതൊരു സംഭവമാണ്. എന്താണ് സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് ശേഷം വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എല്ലാ ഹദീസുകളോടും പറയാൻ നമുക്ക് സമയമല്ല. വേറെ ചില റിവായത്തുകളിൽ അലി റളിയല്ലാഹു അൻഹു കുറച്ച് ധനം കൊടുത്തയച്ചു, സ്വർണം കൊടുത്തയച്ചു, ഇങ്ങനെ പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീതം വെച്ചു കൊടുക്കണം. ചില റിപ്പോർട്ടുകളിൽ അത് ജനങ്ങൾക്ക് യക്സിമു ഖിസ്മൻ, അത് വീതം വെച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ്. വേറെ ചില റിവായത്തുകളിൽ 4 ആളുകളുടെ പേരുകൾ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഇതൊക്കെ ബുഖാരി, മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. 4 ആളുകൾക്ക് അത് വീതം വെച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ റിവായത്തുകളുണ്ട്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു പറയണം, ഇങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓഹരി വെച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ കടന്നു വന്നു. ചില റിവായത്തുകളിൽ ആ മനുഷ്യന്റെ അടയാളങ്ങൾ പറയുന്നുണ്ട്. ചില റിവായത്തുകളിൽ ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച റിവായത്തുകളിൽ തന്നെ അബൂ സഈദുൽ ഖുദ്രിയുടെ റിവായത്തിൽ പേര് പറയുന്നുണ്ട്. ആ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ദുൽ ഖുവൈസിറ വഹുവ റജുലുൻ മിൻ ബനി തമീം, തമീം ഗോത്രക്കാരനായ ദുൽ ഖുവൈസിറ, ദുൽ ഖുവൈസിറ. അയാൾ കടന്നു വന്നു. ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് യഅദിൽ,
അള്ളാന്റെ റസൂലിനോട് അയാൾ പറഞ്ഞു എന്ത്? ഇഅ്ദിൽ, നീതി കാണിക്കണം. അല്ലെ, പണ്ഡിതന്മാര് പറഞ്ഞത് ഈ വാചകം സമുദ്രത്തിൽ കലക്കിയാൽ ആ സമുദ്രം നജസാകുമായിരുന്നു എന്നാ. അള്ളാന്റെ റസൂലിനോടാണ് വന്നിട്ട് പറയുന്നത് എന്ത്? നീതി കാണിക്കണം. പ്രവാചകൻ ചോദിച്ചു, വൈലക്, നിനക്ക് നാശം. വമൻ യഅ്ദിലു ഇദാ ലം അഅ്ദിൽ, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ മറ്റാരാണ് നീതി കാണിക്കുക? അല്ല, പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. അള്ളാഹ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത കാണിക്കുന്നവൻ ഞാനാണ്. ഞാൻ അള്ളാഹിനെ പൊഴിച്ചിട്ടില്ലെങ്കിൽ മറ്റാരാണ് അള്ളാഹിനെ പൊടിക്കുക? അങ്ങനെ വ്യത്യസ്തമായ പല റിവായത്തുകൾ കാണാം. അലാ തഅ്മനൂനി, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ? അന അമീനുൻ മൻ ഫിസ് സമായി, എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എനിക്ക് ആകാശത്തു നിന്നുള്ള വാർത്തകൾ വഹി രാവിലെയും വൈകുന്നേരവും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ മറ്റാരാണ് നീതി കാണിക്കുക എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. വേറെ റിപ്പോർട്ടിൽ കാണാം, വൈലക്, നിനക്ക് നാശം. അവലസ്തു അഹഖു അഹ്ലിൽ അർളി അൻ യത്തഖിയല്ലാഹ്, അള്ളാഹിന്റെ ദുനിയാവിൽ, ഈ ഭൂമിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ ഞാനല്ലേ? ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് നീതി കാണിക്കും? ഈ സമയത്ത് കാണാ, ഖാല ഖാലിദ് ബിനുൽ വലീദ് യാ റസൂലല്ലാഹ് അല അദ്രിബു ഉൻഖഹു, ഖാലിദ് ബിനുൽ വലീദ് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അവനെ വെട്ടിക്കോട്ടെ, അവന്റെ കഥ കഴിച്ചോട്ടെ? വേറെ റിവായത്തില് അത് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു വാളൂരി, യാ റസൂലല്ലാഹ് ഇദല്ലി ഫീഹി ഫഅദ്രിബു ഉൻഖഹു, ഇത് ഉമറുല്ലാഹിന്റെ വാചകമാണ്. പല റിവായത്തുകൾ അതിൽ വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് അനുവാദം കൊണ്ടാ, ഞാൻ അവന്റെ തല എടുത്തോളാം. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു, അവനെ വിട്ടേക്ക്. ഫഇന്ന ലഹു അസ്ഹാബൻ, അവന് കുറച്ച് അനുയായികൾ വരാനുണ്ട്, അവന് കുറച്ച് ആളുകളുണ്ട്. യഹ്കിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം വസിയാമഹു മഅ സിയാമിഹിം, എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവരുടെ സിഫാത്തുകളാണ്. അവരുടെ നമസ്കാരം നിങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല. അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും തട്ടി നോക്കുമ്പോൾ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല. യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യും. ലാ യുജാവിസു തറാഖിയഹും, അത് അവരുടെ തൊണ്ടക്കുഴി വിട്ടിട്ട് താഴോട്ട് ഇറങ്ങൂല. യംറുഖൂന മിനദ്ദീനി, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും, പുറത്തു പോകും. കമാ യംറുഖുസ്സഹ്മു മിനർ റമിയത്തി, ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ, ആ മൃഗത്തെ തുളച്ച് അപ്പുറം കടന്നു പോകുന്നത് പോലെ എന്ത് ചെയ്യും? അവര് ഈ ദീനിൽ നിന്ന് പുറത്തു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അവരുടെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നത്, ആയത്തുഹും, അവരുടെ അടയാളം, റജുലുൻ അസ്വദു, കറുത്തൊരു മനുഷ്യനാണ്. ഇഹ്ദാ അലുദൈഹി മിസ്ലു സദിയിൽ മറിയത്തി, അത് വ്യത്യസ്തമായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതല്ലാത്തത് നിങ്ങൾ കാണും. പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. രണ്ട് കൈകള്, ആ കൈകളിൽ ഒന്ന് വളരെ ചെറിയ കൈകളായിരിക്കും. രണ്ട് കൈകള്, ആ കൈകളിൽ ഒന്നെന്തായിരിക്കും? ചെറിയ കൈയായിരിക്കും. ഹദീസിൽ അതിന്റെ വിശദീകരണം വന്നതെന്താ വെച്ചാല്, ഒരു ഇറച്ചി കഷ്ണം തൂങ്ങിക്കിടക്കുന്നത് പോലത്തെ കൈയായിരിക്കും. വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് മിസ്ലു സദിയിൽ മറിയത്തി, പെണ്ണിന്റെ മാറിടം. വേറെ അതിന്റെ വിശദീകരണം വന്നിട്ടുള്ളത് പാല് നിറഞ്ഞു നിൽക്കുമല്ലോ, ആ സന്ദർഭത്തിലുള്ള പെണ്ണിന്റെ മാറിടം പോലെ. അതേപോലെ തന്നെ ഒരു മിസ്ലുൽ ഒരു ഒരു സമ്പുഷ്ടമായൊരു ഇറച്ചി കഷ്ണം പോലെ ആയിരിക്കും അവന്റെ ഒരു കൈ. ആ കൈയാകട്ടെ തദർദറു, ആ കൈ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, ആ മാംസ കഷ്ണം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. വയഖ്റുജൂന അലാ ഹീനിൽ ഫുർഖത്തി മിനൻ നാസി, അങ്ങനെ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ ഇവര് പുറത്തു വരും, ഇവര് വരും. അപ്പൊ ഈ ഇവരുടെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. പല റിവായത്തുകളിൽ പല രൂപത്തിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട് കേട്ടോ, പല രൂപത്തിൽ ഈ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ വേറെ റിവായത്തിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽഖുവൈസറത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന മിൻ ഹാദാ ഖൗമൻ, ഇവന്റെ മുതുകിൽ നിന്ന് അല്ലെങ്കിൽ ഇവന്റെ സന്തതികളിൽ നിന്ന് ഒരു കൗമ് രംഗത്ത് വരും. എന്നിട്ട് നേരത്തെ പറഞ്ഞ അടയാളങ്ങൾ, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും, അവർ ഇസ്ലാമിന്റെ ആളുകൾ, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യും, അതേപോലെ തന്നെ
പിന്നെ ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആദിനോട് യുദ്ധം ചെയ്യുന്നത് പോലെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തമായ റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽ ഖുവൈസിലത്തിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ പിൽക്കാലഘട്ടത്തില് വരാനിരിക്കുന്ന അയാളുടെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തില് ഈ യുദ്ധം നടന്നു. ആ യുദ്ധത്തില് സഹാബത്ത് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സിഫാത്തുകളുള്ള അടയാളങ്ങളുള്ള ഈ മനുഷ്യനെ ഞങ്ങൾ കണ്ടു എന്ന് സഹാബത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് ഖവാരിജുകളുടെ തുടക്കം, അതായത് ഖവാരിജുകളുടെ ചിന്ത അത് തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ. കാരണം പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചത് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ ഉണ്ടായി, അതൊരു പ്രസ്ഥാനമായിട്ടാണ്. അവര് മുസ്ലിം ലോകത്ത് നിന്ന് വേറിട്ട് അതൊരു ആദർശമായിട്ട് അവർ വേറിട്ട് നിന്നു. ഖവാരിജുകൾ എന്ന പേരിൽ പുതിയ ചിന്തയും പുതിയ ആദർശവുമായിട്ട് അവരുടെ ചിന്ത എന്തായിരുന്നു? അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്യുക, അലി റളിയല്ലാഹു ശരിയല്ല എന്നുള്ളതായിരുന്നു. ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ ദുൽ ഖുവൈസത്തിന് ഉണ്ടായത്. അലി റളിയല്ലാഹുവിനെതിരെ അന്നത്തെ ആളുകൾ ചിന്തിച്ചു, ഖവാരിജുകൾ. ഇവിടെ ദുൽ ഖുവൈസില ചിന്തിച്ചത് ആർക്കെതിരെയാണ്? അള്ളാന്റെ റസൂലിനെതിരെയാണ്. അള്ളാന്റെ റസൂലിനെതിരെയാണ് വാളെടുക്കുന്നത്, അള്ളാന്റെ റസൂലിനെതിരെയാണ് ശബ്ദിക്കുന്നത്. ഇതിനെങ്ങനെ വ്യാഖ്യാനിച്ചിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ദുൽ ഖുവൈസിറയാണ് ആ ചിന്തക്ക് വിത്തുഭാഗ്യവൻ. എന്നിട്ട് ഈ ഹദീസ് നിവേദനം ചെയ്തത് ആരാണ്? ഇപ്പൊ നമ്മൾ വായിച്ച ഹദീസ് നിവേദനം ചെയ്ത അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, അദ്ദേഹം പിന്നീട് പറയാണ്, അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ സത്യം ചെയ്യുന്നു, അനി സമയത്തു ഹാദൽ ഹദീസ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് ഞാൻ നേരിട്ട് കേട്ടതാണ്. അതേപോലെ തന്നെ വാശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു ഖാതലഹും, അവരോട് യുദ്ധം ചെയ്തു, വ അനമാഹു, ഞാനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫഅമറ ബിദാലിക റജുലി, യുദ്ധം തീർന്നു, അലി റളിയല്ലാഹു കൽപ്പിച്ചു റസൂൽ അന്ന് പറഞ്ഞ സിഫാത്തുകളുള്ള ആ മനുഷ്യനെ തിരയാൻ. ഫൽതുമിസ, അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു. വേറെ റിവായത്തിൽ കാണാം, അലി റളിയല്ലാഹു പറഞ്ഞു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുണ്ടാവും അതില്. അവർ തെരഞ്ഞു നോക്കി, കണ്ടില്ല എന്നുള്ളതാണ്. അവർ വീണ്ടും തിരിച്ചു വന്ന് അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞങ്ങൾ കണ്ടില്ലല്ലോ. അലി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ പറയുന്നത് കളവല്ല, ഞാൻ കളവാക്കപ്പെട്ടിട്ടുമില്ല. അതായത് നബിയും പറഞ്ഞത് കളവല്ല, ഞാൻ പറഞ്ഞതും കളവല്ല. അദ്ദേഹം പോയിട്ട് വീണ്ടും തെരഞ്ഞു. അത് വേറെ റിവായത്തിൽ കാണാം, അങ്ങനെ ഈ പറഞ്ഞ അടയാളങ്ങളോട് കൂടിയിട്ടുള്ള ആളെ കണ്ടു എന്നുള്ളതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു പറയുന്നത്, അങ്ങനെ ഫൽതുമിസ, അങ്ങനെ വീണ്ടും പോയിട്ട് തെരഞ്ഞു. ഫഉത്തിയ ബിഹി, ആ മനുഷ്യരെ കൊണ്ടുവരപ്പെട്ടു. ഹത്താ നദർതു ഇലൈഹി, അങ്ങനെ ഞാൻ ആ മനുഷ്യരിലേക്ക് നോക്കി. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു പറയാണ്, ഞാൻ ആ മനുഷ്യനിലേക്ക് നോക്കി. നദർതു ഇലൈഹി അലാ നഅത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ നഅതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിശേഷിപ്പിച്ച ആ വിശേഷണങ്ങളോട് കൂടിയിട്ട് ഞാൻ അയാളെ നോക്കിക്കണ്ടു എന്നുള്ളത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയണം. ഇത് ബുഖാരിന്റെ റിവായത്തിൽ തന്നെ ഉണ്ട്, മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്. മറ്റത് പറഞ്ഞത് അലി റളിയല്ലാഹു തെരഞ്ഞു എന്ന് പറയുന്നത് പിന്നെ വേറെ റിവായത്തിലാണ് അലി റളിയല്ലാഹു തെരഞ്ഞു എന്ന് പറയുന്നത്. അപ്പോ ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ചിന്ത, ഖവാരിജുകളുടെ ചിന്തക്ക് വിത്തിട്ടിട്ട് ദുൽ ഖുവൈസിറത്തു തമീമി രംഗത്ത് വന്നിട്ടുണ്ട്. അതങ്ങനെ ഹദീസുകൾ വിശാലാണ്. പിന്നെ വരെ നമ്മൾ കാണുന്നത് എന്നാ, പിന്നീട് ഈ ചിന്ത നമ്മൾ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം. അതേതാണ് സംഭവം? ആ സംഭവം നമുക്ക് പരിചയം ഉണ്ടാവും, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഏതാണ് സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അതിനുശേഷം സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം. പിന്നീട് ഖവാരിജുകളുടെ രംഗപ്രവേശനം അവിടെയാണ്. അതായത് പള്ളിയിൽ കുറച്ച് ആളുകൾ വട്ടം കൂടിയിരുന്ന് ദിക്റുകൾ ചെല്ലുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിന്റെ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അംർ ഇബ്നു സലമ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ദാരിമി, സുനനു ദാരിമിയിൽ ഇത് കാണാം.
ഷെയ്ഖ് അൽബാനി അടക്കമുള്ള ആളുകൾ ഈ ഹദീസ് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അംർ ബിൻ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നജ്ലിസു അലാ ബാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഖബ്ല സ്വലാത്തിൽ ഖദാ. ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്, ഞങ്ങൾ ഇബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് പോകും സുബഹിസ്കാരത്തിന്റെ മുമ്പ്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യും? പള്ളിയിലേക്ക് പുറപ്പെടും. ആദ്യം ഞങ്ങൾ ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പുറപ്പെടാറാണ് പതിവ്. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വന്നു. അദ്ദേഹം ചോദിച്ചു, ഇബ്നു മസ്ഊദ് ഇതുവരെ പുറപ്പെട്ടിട്ടില്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു പുറപ്പെട്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് റഅയ്തു ഫിൽ മസ്ജിദി, ഇപ്പോ ഞാൻ പള്ളിയിലൊരു സംഭവം കണ്ടു. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാ ഇല്ല ഖൈറ, അത് ഖൈറാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഖൈറല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അവര് ചോദിച്ചു, ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണ് കണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കൾക്കത് നേരിട്ട് കാണാം. അങ്ങനെ അവര് ഒരുമിച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവര് കണ്ടതെന്താ? അവര് കണ്ടു ഓരോ ഹൽക്കകള്. എന്നിട്ട് അവരുടെ കൈകളിലൊക്കെ ചെറിയ ചെറിയ കല്ലുകളുണ്ട്. ഫയഖൂലു, അതിലൊരാൾ പറയുന്നു, കബ്ബിറു മിഅ, 100 പ്രാവശ്യം നിങ്ങൾ തക്ബീർ ചൊല്ലും. അങ്ങനെ ഓരോരുത്തരെന്ത് ചെയ്യും? ഫയുകബ്ബിറൂന മിഅ, 100 പ്രാവശ്യം തക്ബീർ ചൊല്ലും. ഫയഖൂലു ഹല്ലിലു മിഅ, 100 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. അങ്ങനെ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. സബ്ബിഹു മിഅ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്. അപ്പോ ഇതാണ് കണ്ടത്. ഇതിങ്ങനെ സംഘമായിട്ടിരുന്ന് അള്ളാന്റെ പള്ളിയിൽ ഒരാളിത് പറയും, കല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ എണ്ണം പിടിച്ചിട്ട് ഇത് ചെയ്യണം. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മാ ഹാദല്ലദി യറാകും തസ്നഊൻ, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഞാൻ എന്താണ് ഈ കാണുന്നത്? അവര് പറഞ്ഞു, എന്ത്? യാ അബ്ദുറഹ്മാൻ, അബു അബ്ദുറഹ്മാനെ, അതായത് ഇബ്നു മസ്ഊദിനെ വിളിച്ചാണ്. ഇബ്നു മസ്ഊദിന്റെ കുനിയത്താണ് അബു അബ്ദുറഹ്മാൻ. ഹസൻ നഅദ്ദു ബിഹി അത്തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ. കുറച്ച് കല്ലുകളാണ്, അതുകൊണ്ട് ഞങ്ങൾ തക്ബീർ ചൊല്ലുകയാണ്, ഞങ്ങൾ സുബ്ഹാനല്ലാഹ് പറയാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ്. ഇബ്നു മസ്ഊദ് ശക്തമായി അവരെ ശകാരിച്ചതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടെ? നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടെ? എന്നിട്ട് അദ്ദേഹം പറയുന്നത്, മുഹമ്മദിന്റെ സമൂഹമേ, നിങ്ങൾക്ക് നാശം, നിങ്ങൾ നശിക്കട്ടെ. ഇത്ര പെട്ടെന്ന് നിങ്ങൾ നശിച്ചോ? റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബത്ത് അവര് മരിച്ചു പോയിട്ടില്ല. വഹാദി സിയാബുഹു, റസൂലുള്ളാഹി ഉപയോഗിച്ച വസ്ത്രം, ലം തബുൽ, അത് നുരുമ്പിയിട്ടില്ല. പ്രവാചകൻ ഉപയോഗിച്ച പാത്രം, അത് പൊട്ടിപ്പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, അത് അല്ലാഹു തന്നെയാണ് സത്യം. അദ്ദേഹത്തിന്റെ ചോദ്യം, ഇന്നക്കും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ, മുഹമ്മദ് കൊണ്ടുവന്ന മില്ലത്തിനേക്കാൾ ഉത്തമമായൊരു മാർഗം സ്വീകരിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിനേക്കാൾ നല്ലൊരു മാർഗം ദീനിൽ ഉണ്ടാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഔ മുഫ്തതിഹു ബാബിൽ വലാല, അതല്ല നിങ്ങൾ ദുർമാർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണ്. വളരെ ശക്തമായ രീതിയിൽ ബിദഅത്തിന്റെ അധ്യായത്തിലൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണത്. അവര് കൊടുത്ത മറുപടി എന്താ? ഇന്ന് ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ പറയുന്ന അതേ മറുപടി. അവര് പറഞ്ഞെന്താ? വല്ലാഹ് യാ അബൂ അബ്ദുറഹ്മാൻ മാ അറദിന ഇല്ലൽ ഖൈർ. അല്ലയോ അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ ഖൈറല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നും ബിദഅത്തിന്റെ ആളുകൾക്കൊക്കെ പറയാനുള്ള ന്യായതാണ് അല്ലെ? എന്തൊരു ബിദഅത്ത് ചെയ്താലും അതിനങ്ങനെ ഖൈർ കിട്ടൂലേ, ഇതിനിങ്ങനെ ഖൈർ കിട്ടൂലേ? അള്ളാന്റെ ദീനിൽ അങ്ങനല്ല. നമുക്കത് ചെയ്യണമെങ്കിൽ അതിൽ മാതൃക വേണം. ഇത് അവര് പറഞ്ഞ സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ, നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്, പക്ഷെ അവർക്ക് ആ നന്മ ലഭിക്കാതെ പോകുന്നു. ആ നന്മ അവർക്ക് ലഭിക്കുന്നില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസന അന്ന ഖൗമൻ യഖറഊനൽ ഖുർആന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അന്ന ഖൗമൻ, ഒരു വിഭാഗം വരും, യഖറഊനൽ ഖുർആന, അവർ ഖുർആൻ പാരായണം ചെയ്യും, ലാ യുജാവിസു തറാഖിയഹും, അത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴോട്ടൊരിക്കലും പോകില്ല. അതായത് അതവരുടെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർ ജീവിക്കൂല, അതിന്റെ ആശയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. വൈമല്ലാഹ് മാ അദ്രി ലഅല്ല അക്സറഹും മിൻകും സുമ്മ തവല്ല അൻഹും. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷെ അവരിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾ
അവൽ അക്സറഹും മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായേക്കാം. സുമ്മത്തവല്ലാനഹും, പിന്നീട് അദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. ഇത് വളരെ വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തുകളിൽ അദ്ദേഹം പറഞ്ഞു ഈ പള്ളി തന്നെ ഞാൻ നശിപ്പിച്ചു കളയെന്നൊക്കെ പറഞ്ഞതായിട്ട് വേറെ റിവായത്തുകളൊക്കെ കാണാം. എന്നിട്ട് ഈ സംഭവം ഉദ്ധരിച്ച അംർ ബിൻ സലമ പറയുന്നു, ഇനിയാണ് നമ്മുടെ വിഷയം. അതായത് ഖവാരിജികളുടെ ചിന്ത, അതിന്റെ വിത്തിട്ടത് ദുൽഖുവൈസിറത്തു തമീമി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ. ആ ഹദീസുകൾ നമ്മൾ ഉദ്ധരിച്ചു. ആ ഹദീസുകൾ പിന്നീട് അലി അള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഖവാരിജികളുമായിട്ടുള്ള നെഹ്റുവിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ അത് ശരിയാകുകയും ചെയ്തു. ആ പറഞ്ഞ അടയാളങ്ങളോട് കൂടിയിട്ടുള്ള ഒരാൾ അവർക്ക് കിട്ടി. ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് അംർ ബിൻ സലമ പറയാണ്, റഅയ്നാ ആമ്മത ഉലൈക്കൽ ഹിലഖി, ഈ കൂട്ടത്തിലുണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളെയും പിന്നീട് ഞങ്ങൾ കണ്ടു. യുതാഇനൂന യൗമൻ നെഹ്റുവാൻ മഅൽ ഖവാരിജി, ഖവാരിജുകളോടൊപ്പമുള്ള യുദ്ധത്തിൽ ഞങ്ങളോട് എതിരിട്ടുകൊണ്ട് നെഹ്റുവാനിൽ വെച്ചിട്ട് അവരോട് അലിയുള്ള യുദ്ധം ചെയ്തല്ലോ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇവരെ കണ്ടു എന്ന് ഈ സംഭവം ഉദ്ധരിച്ച അംർ ബിൻ സലമ വിശദീകരിക്കാം. അപ്പൊ ഇതാണ് അതിന്റെ തെളിവായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. ഏത് പിന്നീട് അവരുടെ രംഗപ്രവേശനം ഈ രൂപത്തിലായിരുന്നു. പിന്നീട് ഖവാരിജികൾ രംഗത്ത് വരുന്നത്, ഇതിനു ശേഷം രംഗത്ത് വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് ഖവാരിജികൾ രംഗത്ത് വരുന്നത്. അപ്പൊ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ആളുകൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇവർ രംഗത്ത് വരുന്നത് എന്നുള്ളത് അതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഉദാഹരണമായിട്ട് അഖീദത്തു ത്വഹാവിയ, നമ്മൾ അഖീദ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അഖീദത്തു ത്വഹാവിയ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നത് കാണാം. അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം പറയുന്നത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് പ്രശ്നങ്ങളുണ്ടായി, ദുരാരോപണങ്ങളുണ്ടായി, അദ്ദേഹത്തിനെതിരെ പലരും രംഗത്ത് വന്നു, അതിശക്തമായ ആരോപണങ്ങൾ നാടിന്റെ പല ഭാഗങ്ങളിലും നടന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വല്ലമ്മ ഇലാ ദാലിക അഹ്വായി ഖൗമിൻ യുഹിബ്ബൂനൽ ഉലൂവ ഫിൽ അർളി വകാന ഫി അസ്കരി അലി റളിയല്ലാഹു അൻഹു മിൻ ഉലൈക അത്തുഗാതു അൽ ഖവാരിജ്. അദ്ദേഹം പറയുന്നത് വകാന ഫി അസ്കരി അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു ആര്? മിൻ ഉലൈക അത്തുഗാതു അൽ ഖവാരിജ്, അതിക്രമകാരികളായ ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. അത് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ. എന്നിട്ട് ഈ ഖവാരിജുകൾ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ശർഹ് അഖീദത്തു ത്വഹാവിയിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്, അല്ലദീന, അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഈ അക്രമികളായ ഖവാരിജുകൾ ഉണ്ടായിരുന്നു, അവര് അലി റളിയല്ലാഹുവിന്റെ സൈന്യത്തിൽ ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, അല്ലദീന, അവരാരാണ്? ഖത്തലു ഉസ്മാന, ഉണ്ടോ, അവർ ഉസ്മാനെ വധിച്ചവരാണ്. ആര്? ഈ ഖവാരിജുകൾ. അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. ഇത് അദ്ദേഹം വിശദമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കുഴപ്പത്തിന് നേതൃത്വം നൽകിയത്, ആ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വലിയൊരു പങ്ക് ഈ ചിന്താഗതി, അന്ന് അവരെന്തായിട്ടില്ല, മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് പോയ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടില്ല എന്ന് മാത്രം. പക്ഷെ ആ ചിന്താഗതി, അതായത് അവിടെ ഖലീഫ ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെതിരെ തിരിയുക, അദ്ദേഹത്തിനെതിരെ വിപ്ലവം ഉണ്ടാക്കുക, ആ ചിന്താഗതി അവർക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഫൈൻ അവ്വല ബിദ്അഹ് വഖഅത ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ സംഭവിച്ച ഒന്നാമത്തെ ബിദ്അത്ത് ഏതാണ്? ഫിത്നത്തുൽ ഖവാരിജ്, ഇത് ഖവാരിജുകളുടെ ഫിത്നയാണ്. വകാന മബ്ദഉഹും, അവരുടെ തുടക്കം ബിസബബി ദുനിയാവിന്റെ കാരണം കൊണ്ടായിരുന്നു. ഹീന ഖസമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനായിമ ഹുനൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, അതായത് അവരുടെ തുടക്കം അതാണ്. അതായത് ഹുനൈനിലെ ഗനീമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്ത സന്ദർഭത്തിൽ. എന്നിട്ട് അദ്ദേഹം ഹദീസിന്റെ ഭാഗങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ദുൽഖുവൈസിറത്തായിരുന്നു അതിന്റെ ആള്, അയാള് നബിയോട് നീതി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തുടക്കം അവിടെയായിരുന്നു, നബിന്റെ കാലത്ത് എന്നുള്ളത് ഇബ്നു കസീർ വിശദീകരിക്കാറ്. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, സുമ്മ കാന ളുഹൂറുഹും, പിന്നീട് അവര് രംഗത്ത് വരുന്നത് അയ്യാമി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് എന്നൊക്കെ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം ആ കാര്യങ്ങൾ
അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കുഴപ്പമുണ്ടാക്കിയ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഈ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചിട്ട് പോവാണ്. ആര്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില്, അദ്ദേഹത്തിന്റെ ഫത്വ സമാഹാരത്തിൽ ഇതേ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നത് ഏതായിരുന്നു? പിന്നെ ആരായിരുന്നു? പിന്നെ ഫിത്തിനത്തുഹും, പിന്നീട് ഈ ഖവാരിജുകളുടെ ഫിത്തിന അത് വലുതായി, വമ്പിച്ചതായി. ഫി അവാഖിരി ഖിലാഫത്തി ഉസ്മാൻ. കണ്ടോ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്തുള്ള പല പണ്ഡിതന്മാരും, ആജൂരി അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ അശ്ശരിയ എന്നുള്ള ഗ്രന്ഥത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സുമ്മ ഇന്നഹും ബഅദ ദാലിക ഖറജു മിൻ ബുൽദാനിൻ ശത്താ, അതായത് ഖവാരിജികള് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വന്നു. വജ്തമഉ, അവർ ഒരുമിച്ചുകൂടി. വഅൽഹറു അൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, അതൊരു പരസ്യമായിട്ട്, കാരണം ഖലീഫക്കെതിരെ പരസ്യമായിട്ട് അംറും ബിൽ മഅറൂഫ് നഹ്യി അനിൽ മുൻകർ അവർ നടത്തി. അവർ ഒരുമിച്ച് കൂടി. ഹത്താ ഖദിമു അൽ മദീന, അങ്ങനെ അവർ മദീനയിലേക്ക് വന്നു. ഫഖത്തലു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉണ്ടോ, അവരെന്ത് ചെയ്തു? അവരാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നത്. ഇത് ആജൂരി വളരെ വ്യക്തമായി തന്നെ പറയണം. ഇബ്നു കസീർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബിദായ വന്നിഹായയില് ഇബ്നു കസീർ പറഞ്ഞത് അന്ന അഹ്ലൽ ബസ്റ, ബസ്റക്കാര് ഖറജു, അവർ പുറപ്പെട്ടു. വമാഹു, അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഹുർഖൂസ് ഇബ്നു സുഹൈർ അല്ലദി, ഇവൻ ആരാണ്? സോറ മിൻ ഖാദത്തിൽ ഖവാരിജ് ഫീമാ ബഅദു, പിന്നീട് ഖവാരിജുകളുടെ നേതാവായ ഹുർഖൂസ് ഇബ്നു സുഹൈറും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കുഴപ്പത്തിന് നേതൃത്വം കൊടുക്കാൻ. അപ്പോ പിന്നീട് അവർ രംഗത്ത് വരുന്നത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. പക്ഷെ അന്ന് അവർ മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് പോയിട്ടില്ല. പിന്നീടാണ് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സിഫീൻ യുദ്ധം നടന്നു. ആ സിഫീൻ യുദ്ധത്തോട് കൂടിയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു, കൂഫയാണ് അന്ന് തലസ്ഥാനം. മദീനയിൽ നിന്ന് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുദ്ധം നടന്നത് സിഫീനിലാണ്. സിഫീനിൽ നിന്ന് കൂഫയിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് വരെന്ത് ചെയ്തു? ഇവര് മുസ്ലിങ്ങളിൽ നിന്ന് തീർത്തും വേറിട്ടു. ഒരു ആദർശമായി, ഒരു പ്രസ്ഥാനമായി, അങ്ങനെ ചരിത്രത്തിൽ അവർ ഖവാരിജികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി വിശദീകരിക്കാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹ് അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും മനസ്സിലാക്കി യഥാർത്ഥ സലഫിയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യത്തിന്റെ മാർഗം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു